ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, വി ആർ ബാക്ക് ടു അവർ ഫാം. സോ ഫാമിലെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് എറണാകുളത്തെ ഫാമിലേക്ക് കുറച്ച് ഹാർവെസ്റ്റ് ചെയ്ത് അയക്കാനുണ്ട്. സോ അതിനുള്ള ഹാർവെസ്റ്റിംഗ് തുടങ്ങണം. സോ ബാസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ലൊല്ലോ റോസ് ഇപ്പോൾ ഉണ്ട്. സോ നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം ഗൈസ്. ഉണ്ടോ, സെറ്റാക്കട്ടെ ഗൈസ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഹാർവെസ്റ്റ് ആയിട്ടുണ്ട്. സോ ബട്ടർ ഹെഡ് ഗ്രീൻ ഹാർവെസ്റ്റ് ചെയ്തു, ലൊല്ലോ റോസ് ഹാർവെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 കിലോ, അതൊരു 2 കിലോ നമുക്ക് കിട്ടിയേക്കണേ. സോ ഇനി ഇത് കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതേ നമ്മൾ ലൊല്ലോ ബയോണ്ട ഹാർവെസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ശേഷം ഇതേ ബോക്സിലാക്കി സെറ്റാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാഴ്സൽ കയറ്റി വിടാതെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഹാർവെസ്റ്റ് ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സോ എന്തായാലും ഞാൻ ഫാമിൽ പോയിട്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. വൻ വെയിലാണ് ഗൈസ്, ഒരു രക്ഷയില്ല, വൻ സീൻ. സോ നിങ്ങളുടെ അവിടെയൊക്കെ വെയിൽ എന്താ അവസ്ഥ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഹാർവെസ്റ്റ് ചെയ്തോടത്തൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്ത് വേസ്റ്റ് നമ്മളത് ഈ ഒരു ചാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഈ തെങ്ങിൻ തടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. സോ ഇവിടെ തെങ്ങിനൊക്കെ തടമെടുത്ത് വെച്ചേക്കാണ് ഗൈസ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ഇവിടെ ഇട്ടുണ്ട്, അതുപോലെ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ചധികം തെങ്ങുണ്ട്. സോ എല്ലാത്തിനെയും തടമെടുത്ത് വെച്ചേക്കണതിനും ഓരോന്നത്തിലായിട്ട് നമുക്ക് കൊണ്ടുപോയി ഒരാഴ്ചകളായിട്ട് ഇടണം ഗൈസ്. ഇട്ടാൽ നമുക്ക് ആ തടങ്ങളൊക്കെ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ എടുക്കുക, തട്ടി കൊടുക്കുക, എന്നിട്ട് കാല് വെച്ച് വെറുതെ ഒന്ന് പരത്തി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. സോ ഇപ്പോഴത്തെ ഹാർവെസ്റ്റിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞു ഗൈസ്. പിന്നെ നമ്മൾ മൈക്രോ ഗ്രീൻസിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ വീണ്ടും മൈക്രോ ഗ്രീൻ മുളച്ച് വരുന്നുണ്ട് ഗൈസ്. വലുതായി വരികയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അവിടെ കുറച്ച് ഗ്രീൻ ഗ്രാം വരുന്നുണ്ട്. ഇത് നമ്മുടെ പച്ചോയിൻ്റെ ആണ് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സാലഡ് കുക്കുംബറുകൾ നമ്മൾ വെച്ചവരൊക്കെ വഴി തെറ്റി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാവരും വഴി കറക്റ്റാക്കി സെറ്റാക്കി കൊടുക്കണം. നിൽക്കണം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ വള്ളിമ കൂടി കയറാൻ പറയാൻ ആ അപ്പുറത്തേക്കോടെ ചാടി പോകുന്നത്. സോ ഇതാണ് വഴി തെറ്റി പോകണമെന്ന് ഞാൻ പറഞ്ഞത്. സോ ഇവരൊക്കെ ഒന്ന് നമുക്ക് ക്ലിപ്പിട്ട് വഴിയിലേക്ക് സെറ്റാക്കി കൊടുക്കണം. സോ അതേ ഇവിടെ ഞാൻ 2 ക്ലിപ്പിട്ട് കാണാണ്ടോ, മുകളിൽ വരെ നമ്മൾ ക്ലിപ്പിട്ട് വഴിയിലേക്ക് ട്രാക്കിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ ബാക്കി എല്ലാവരെയും സെറ്റാക്കി കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ കുക്കുംബർ നമ്മൾ അവരെ സെറ്റാക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയാണ്. പോണ വഴി നമുക്കൊന്ന് ഹൈലൈറ്റ് മാളിൽ കയറണം ഗൈസ്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഹൈലൈറ്റ് മാളിൽ കയറിയാൽ ലുലു ഡെയിലിയിലൊന്ന് കയറണം ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ലുലു ഡെയിലി. നമ്മളിങ്ങനെ മാളിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സോ ലെറ്റ്സ് എൻ്റർ ലുലു ഡെയിലി. നമ്മൾ കോൺ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ബൈ സം കോൺ. അപ്പോൾ നമ്മൾ 2 കവർ എടുത്തിട്ടുണ്ട് ഗൈസ്. 2 ഗൈസ്. നമ്മൾ കുറച്ച് തക്കാളിയും കൂടി എടുക്കുകയാണ് ഗൈസ്. 1 കിലോ തക്കാളി. സാലഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മയോണൈസും കൂടി എടുക്കാം ഗൈസ്. പിന്നെ വെള്ളം താഴ്ചപ്പോൾ അതേ ഒരു ഫ്രഷ് വാട്ടർമെലൻ ജ്യൂസും കൂടി എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഫാമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. അതുകൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടും ഫുഡ് അടിയൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഫുഡ് അടിച്ചില്ല. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായാലും 1 മണിക്കൂർ വേണം. സോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6 ആയി. സോ ഇവിടെ എത്തിയപ്പോൾ 7. സോ ലേറ്റായി ഫാമിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വേറെ പരിപാടിയൊന്നും നമ്മളവിടെ നിർത്തിയാൽ നേരെ ലുലു ഡെയിലി പോയി സാധനം മേടിച്ച് ഇറങ്ങി. സോ ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ 4 അടിപൊളി വ്ലോഗായിരുന്നു. എല്ലാവർക്കും